കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU പീഡന കേസിൽ അതിജീവിതയ്ക്കൊപ്പം നിന്നവർക്ക് സ്ഥലം മാറ്റം. ചീഫ് നഴ്സിംഗ് ഓഫീസർ, നഴ്സിംഗ് സൂപ്രണ്ട് എന്നിവരെയാണ് DME സ്ഥലം മാറ്റിയത്. DMEയുടെ നടപടി കുറ്റക്കാരെ സംരക്ഷിക്കാനാണെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട്. വിശദാംശങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, ഈ സ്ഥലം മാറ്റത്തിൽ എന്തൊക്കെയാണ് വിമർശനം ഉയരുന്നത്? ഫിജി, പ്രധാനമായും ഈ നടപടി പകപോക്കലാണെന്നൊരു ആരോപണമാണ് ചീഫ് നഴ്സിംഗ് ഓഫീസറുടെയും നഴ്സിംഗ് സൂപ്രണ്ടിന്റെയും ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. അതിൽ അവർ പറയുന്ന കാര്യം ഒന്ന്, ചീഫ് നഴ്സിംഗ് ഓഫീസറായിട്ടുള്ള സുമതി, നഴ്സിംഗ് സൂപ്രണ്ട് ബെറ്റി ആന്റണി എന്നിവരെയാണ് സ്ഥലം മാറ്റിയത്. ചീഫ് നഴ്സിംഗ് ഓഫീസർ സുമതിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കും നഴ്സിംഗ് സൂപ്രണ്ട് ബെറ്റി ആന്റണിയെ കോന്നി മെഡിക്കൽ കോളേജിലേക്കുമാണ് സ്ഥലം മാറ്റിയത്. ഇരുവരോടും വിശദീകരണം പോലും ചോദിച്ചില്ല എന്നാണ് അവർ ആരോപിക്കുന്നത്. ചീഫ് നഴ്സിംഗ് ഓഫീസർ ഏപ്രിലും നഴ്സിംഗ് സൂപ്രണ്ട് മെയിലും വിരമിക്കാനിരിക്കുകയാണ്. അതിനിടെയാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. ഈ അതിജീവിതയെ വാർഡിലെത്തി ഭീഷണിപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയരായ 5 പേരെ നേരത്തെ തന്നെ സ്ഥലം മാറ്റിയിരുന്നു. ഒപ്പം നേരത്തെ അതിജീവിതയ്ക്കൊപ്പം നിന്ന സീനിയർ നഴ്സിംഗ് ഓഫീസർ PB അനിതയെ ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു. എന്നാൽ അവർ പിന്നീട് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ച് സ്റ്റേ വാങ്ങിയിരിക്കുകയാണ്. അന്ന് വിശദീകരണം പോലും ചോദിക്കാതെയാണ് സീനിയർ നഴ്സിംഗ് ഓഫീസറെ സ്ഥലം മാറ്റിയത്. അതിന് സമാന സാഹചര്യമാണ് ഇപ്പോൾ ചീഫ് നഴ്സിംഗ് ഓഫീസർക്കും നഴ്സിംഗ് സൂപ്രണ്ടിനുമെതിരെ സ്ഥലം മാറ്റിയത് എന്ന് പറയപ്പെടുന്നു. ഒപ്പം തന്നെ ഈ അന്വേഷണ സംഘം DME നിയോഗിച്ച അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ ഈ നടപടി. അതിൽ ഈ റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്നത് ചീഫ് നഴ്സിംഗ് ഓഫീസറും നഴ്സിംഗ് സൂപ്രണ്ടും ഒപ്പം സീനിയർ നഴ്സിംഗ് ഓഫീസറും എല്ലാം തന്നെ നിരുത്തരവാദിത്തപരമായ സമീപനമാണ് ഈ വിഷയത്തിൽ പുലർത്തിയത്. പരസ്പര വിശ്വാസമില്ലാതെയുള്ള പ്രവർത്തനങ്ങളും ഇവരുടെ ഏകോപനവും ഇല്ലായ്മയുമാണ് സംഭവത്തിന് കാരണമെന്ന് ഇവർ ആരോപിക്കുന്നു. അതായത് ഈ റിപ്പോർട്ടിൽ ആരോപിക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് 3 പേരെയും ജില്ലയ്ക്ക് പുറത്തേക്ക് സ്ഥലം മാറ്റാൻ ശുപാർശ ചെയ്തത്. ഇതിന്റെ പറവിലാണ് സീനിയർ നഴ്സിംഗ് ഓഫീസർക്ക് പിന്നാലെ ഇപ്പോൾ ചീഫ് നഴ്സിംഗ് ഓഫീസറെയും നഴ്സിംഗ് സൂപ്രണ്ടിനെയും സ്ഥലം മാറ്റിയിരിക്കുന്നത്. ശരി റിയാസ്.